പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ അങ്ങേയും ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മുടെ ഈ വിശ്വാസ ജീവിതം ഒരു ദൈവവിളിയാണ്. വൈദിക ജീവിതം, സന്യസ്ത ജീവിതം, കുടുംബജീവിതം എല്ലാം ദൈവവിളിയാണ്. നമുക്ക് ഈ തീർത്ഥാടനം ഇവിടെ നടത്താൻ സാധിക്കുന്നത് ദൈവം വിളിക്കുന്നത് കൊണ്ടാണ് നമുക്ക് വരാൻ സാധിക്കുന്നത്. അതുപോലെ കുർബാനർപ്പണം, ഇതും ഒരു ദൈവവിളിയാണ്. ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ മലയാളം കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നത് ഒരു അനുഗ്രഹമാണ്. അപ്പോൾ ദൈവവിളി കിട്ടിയവൻ അതിനോട് നന്നായിട്ട് ചേർന്ന് നിന്ന് അതിനെ പരിപോഷിപ്പിക്കണം, അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകും. നമുക്ക് ഈ ഒരു മണിക്കൂർ സമയം നല്ല ശ്രദ്ധയോടുകൂടെ, ഏകാഗ്രതയോടുകൂടെ ഒരു ദൈവഭക്തന് പോലെ തൻ്റെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. ഭക്തരുടെ മേൽ. അപ്പോൾ നല്ല ദൈവഭക്തനെ പോലെ കബളിപ്പിക്കലല്ല, പുറംപോച്ചല്ല, ഉള്ളിൻ്റെ ഉള്ളു മനസ്സിലാക്കുന്ന തമ്പുരാൻ്റെ മുമ്പിൽ നല്ല വൃത്തിയായിട്ട് വെടിപ്പായിട്ട് നിന്നുകൊണ്ട് നമുക്ക് പരിശുദ്ധ ബലി അർപ്പിക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാ വിചാരക്കാലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു. എന്റെ പിഴ, എന്റെ വലിയ പിഴ. എല്ലാ മാലാഖമാരോടും മിസ്ത്രരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ പ്രവൃത്തികൾ അങ്ങേ ഇഷ്ടാനുസരണം നയിക്കണമേ. അങ്ങനെ അങ്ങേ പ്രിയപുത്രന്റെ നാമത്തിൽ സൽപ്രവൃത്തികളാൽ അഭിവൃദ്ധി പ്രാപിക്കാൻ ഞങ്ങൾ അർഹരാകുമാറാകട്ടെ. അങ്ങയോടു കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന
കേട്ടരുളേണമേ. സാമുവേലിന്റെ 2-ാം പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് രാജാക്കന്മാർ യുദ്ധത്തിന് പോകാറുള്ള സമയത്ത് ദാവീദ് യോവാബിനെയും തൻ്റെ സേവകന്മാരെയും ഇസ്രായേൽ സൈന്യം മുഴുവനെയും അയച്ചു. അവർ അമ്മോന്യരെ തകർത്ത് റബ്ബ നഗരം വളഞ്ഞു. ദാവീദ് ജെറുസലേമിൽ താമസിച്ചു. ഒരു ദിവസം സായാഹ്നത്തിൽ ദാവീദ് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ ഉലാത്തുമ്പോൾ ഒരു സ്ത്രീ കുളിക്കുന്നത് കണ്ടു. അവൾ അതീവ സുന്ദരിയായിരുന്നു. ദാവീദ് ആളയച്ച് അവൾ ആരെന്ന് അന്വേഷിച്ചു. എലിയാമിൻ്റെ മകളും ഹിത്യനായ ഊറിയായുടെ ഭാര്യയുമായ ബത്ശബയാണ് അവൾ എന്ന് അറിഞ്ഞു. അവളെ കൂട്ടിക്കൊണ്ടുവരാൻ ദാവീദ് ആളയച്ചു. അവൾ വന്നപ്പോൾ അവൻ അവളെ പ്രാപിച്ചു. അവൾ ഗർഭം ധരിച്ചു. അവൾ ആളയച്ച് ദാവീദിനെ വിവരമറിയിച്ചു. അപ്പോൾ ദാവീദ് യോവാബിന് ഒരു സന്ദേശം കൊടുത്തയച്ചു. ഹിത്യനായ ഊറിയായെ എൻ്റെ അടുക്കലേക്ക് അയക്കുക. യോവാബ് ഊറിയായെ അങ്ങോട്ടേക്ക് അയച്ചു. ഊറിയ വന്നപ്പോൾ ദാവീദ് യോവാബിൻ്റെയും പടയാളികളുടെയും ക്ഷേമവും യുദ്ധവർത്തമാനവും അന്വേഷിച്ചു. പിന്നെ ദാവീദ് ഊറിയായോട് പറഞ്ഞു, നീ വീട്ടിൽ പോയി അല്പം വിശ്രമിക്കുക. ഊറിയ കൊട്ടാരത്തിൽ നിന്ന് പോയി. രാജാവ് അവനൊരു സമ്മാനവും കൊടുത്തയച്ചു. എന്നാൽ ഊറിയ വീട്ടിൽ പോയില്ല. കൊട്ടാരം കാവൽക്കാരോടൊപ്പം പടിപ്പുരയിൽ കിടന്നുറങ്ങി. ഊറിയ വീട്ടിൽ പോയില്ലെന്ന് ദാവീദ് അറിഞ്ഞു. ദാവീദ് അവനെ ക്ഷണിച്ചു. അവൻ രാജസന്നിധിയിൽ ഭക്ഷിച്ചു പാനം ചെയ്തു. ദാവീദ് അവനെ കുടിപ്പിച്ച് മത്തനാക്കി. എന്നിട്ടും രാത്രിയിൽ അവൻ വീട്ടിലേക്ക് പോയില്ല. രാജഭൃത്യന്മാരോട് കൂടെ തൻ്റെ വിരിപ്പിൽ കിടന്നു. രാവിലെ ദാവീദ് ഊറിയായുടെ കൈവശം യോവാബിന് ഒരു എഴുത്ത് കൊടുത്തയച്ചു. അവൻ ഇങ്ങനെ എഴുതി: ഉഗ്രയുദ്ധം നടക്കുന്നിടത്ത് ഊറിയായെ മുന്നണിയിൽ നിർത്തുക. പിന്നെ അവൻ വെട്ടേറ്റു മരിക്കേണ്ടതിന് അവനെ വിട്ട് പിൻവാങ്ങുക. യോവാബ് നഗരം വളയവേ ശത്രുക്കൾക്ക് ശക്തിയുള്ള ഒരു സ്ഥലത്ത് ഊറിയായെ നിർത്തി. ശത്രു സൈന്യം യോവാബിനോട് യുദ്ധം ചെയ്തു. ദാവീദിന്റെ പടയാളികളിൽ ചിലർ കൊല്ലപ്പെട്ടു. ഊറിയായും വധിക്കപ്പെട്ടു. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ. ദൈവമേ, ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ. എന്നോട് ദയ തോന്നണമേ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേകത്തിനൊത്ത് എൻ്റെ അതിക്രമങ്ങൾ മായിച്ചു കളയണമേ. എൻ്റെ അകൃത്യം നിശേഷം കഴുകിക്കളയണമേ. എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. ദൈവമേ, ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ. എന്നോട് ദയ തോന്നണമേ. എൻ്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു. എൻ്റെ പാപം എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട്. അങ്ങേക്കെതിരായി, അങ്ങേക്ക് മാത്രമെതിരായി ഞാൻ പാപം ചെയ്തു. ദൈവമേ, ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ. എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ മുൻപിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു. അതുകൊണ്ട് അങ്ങയുടെ വിധി നിർണയത്തിൽ അങ്ങ് നീതിയുക്തനാണ്. അങ്ങയുടെ വിധിവാചകം കുറ്റമറ്റതാണ്. പാപത്തോടെയാണ് ഞാൻ പിറന്നത്. അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ്. ദൈവമേ, ദൈവമേ, അങ്ങയുടെ അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ. എന്നോട് ദയ തോന്നണമേ. എന്നെ സന്തോഷഭരിതനാക്കണമേ. അവിടുന്ന് തകർത്ത എൻ്റെ അസ്ഥികൾ ആനന്ദിക്കട്ടെ. എൻ്റെ പാപങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കണമേ. എൻ്റെ അകൃത്യങ്ങൾ മായിച്ചു കളയണമേ. ദൈവമേ, ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ. എന്നോട് ദയ തോന്നണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ,
രഹസ്യങ്ങൾ ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ പിതാവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങയും ആത്മാവോടും കൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവിന്റെ മഹത്വം. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് പറഞ്ഞു, ദൈവരാജ്യം ഒരുവൻ ഭൂമിയിൽ വിത്ത് വിതയ്ക്കുന്നതിന് സദൃശ്യം. അവൻ രാവും പകലും ഉറങ്ങിയും ഉണർന്നും കഴിയുന്നു. അവൻ അറിയാതെ തന്നെ വിത്തുകൾ പൊട്ടിമുളച്ച് വളരുന്നു. ആദ്യം ഇല, പിന്നെ കതിർ, തുടർന്ന് കതിരിൽ ധാന്യമണികൾ. ഇങ്ങനെ ഭൂമി ഫലം പുറപ്പെടുവിക്കുന്നു. ധാന്യം വിളയുമ്പോൾ കൊയ്ത്തിന് കാലമാകുന്നത് കൊണ്ട് അവൻ അരിവാൾ വയ്ക്കുന്നു. അവൻ വീണ്ടും പറഞ്ഞു, ദൈവരാജ്യത്തെ എന്തിനോട് താരതമ്യപ്പെടുത്തും? എന്ത് ഉപമകൾ കൊണ്ട് അതിനെ വിശദീകരിക്കും? അത് ഒരു കടുകുമണിക്ക് സദൃശമാണ്. നിലത്ത് പാകുമ്പോൾ അത് ഭൂമിയിലുള്ള എല്ലാ വിത്തുകളെക്കാളും ചെറുതാണ്. എന്നാൽ പാകിക്കഴിയുമ്പോൾ അത് വളർന്ന് എല്ലാ ചെടികളെക്കാൾ വലുതാവുകയും വലിയ ശാഖകൾ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആകാശത്തിലെ പക്ഷികൾക്ക് അതിൻ്റെ തണലിൽ ചേക്കേറാൻ കഴിയുന്നു. അവർക്ക് മനസ്സിലാകും വിധം ഇത്തരം അനേകം ഉപമകളിലൂടെ അവൻ വചനം പ്രസംഗിച്ചു. ഉപമകളിലൂടെ അല്ലാതെ അവൻ അവരോട് സംസാരിച്ചിരുന്നില്ല. എന്നാൽ ശിഷ്യന്മാർക്ക് എല്ലാം രഹസ്യമായി വിശദീകരിച്ചു കൊടുത്തിരുന്നു. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ നിനക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മുടെ ദൈവവിളി, അതിനെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. എല്ലാം ഒരു ദൈവവിളിയാണ്. വളരെ വലിയ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബജീവിതം ഒരു ദൈവവിളി, സമർപ്പിത ജീവിതം ഒരു ദൈവവിളി. പണ്ടിങ്ങനെ ഈ അച്ഛനാകാൻ പോവുക, കന്യാസ്ത്രീയാകാൻ പോവുക, അതാണ് പ്രത്യേക ദൈവവിളി എന്നൊക്കെ ഒരു ചിന്ത ഉണ്ടായിരുന്നു. പക്ഷേ കുടുംബജീവിതം ഒരു ദൈവവിളിയാണ്. ദൈവം വിളിച്ചു ചേർത്താൽ അല്ലാതെ കുടുംബജീവിതം നയിക്കാൻ പറ്റില്ല. മറ്റു വിവാഹങ്ങളുണ്ടല്ലോ, സെക്കുലർ സിവിൽ മാരേജ്, അതും മറ്റു വിവാഹങ്ങൾ, അതും തമ്മിൽ, കത്തോലിക്ക വിവാഹം തമ്മിലുള്ള വ്യത്യാസം, കത്തോലിക്ക വിവാഹം ഒരു കൂദാശയാണ്. കൂദാശ എന്നാൽ എന്താ? നമ്മുടെ ആത്മാവിൻ്റെ പുണ്യപൂർണതയ്ക്ക് വേണ്ടി അദൃശ്യമായ ദൈവവരപ്രസാദം നൽകുന്നതിന് ഈശോമിശ സ്ഥാപിച്ച ദൃശ്യമായ അടയാളമാണ് കൂദാശ. അപ്പോൾ കൂദാശകളിൽ ഓരോന്നിനും നമ്മൾ പ്രകടമായി കാണുന്ന അടയാളങ്ങളുണ്ട്. അതിലൂടെ ദൈവവരപ്രസാദം കിട്ടുന്നുണ്ട്. അതാണ് സിവിൽ മാരേജും കാത്തലിക് മാരേജും തമ്മിലുള്ള വ്യത്യാസം. ഇത് കൂദാശയാണ്, മറ്റതൊന്നും കൂദാശയല്ല. ഇപ്പോൾ കൂദാശയിലൂടെ നമുക്ക് ദൈവത്തിൻ്റെ അനവധിയായ കൃപകൾ കിട്ടുന്നുണ്ട്. ആ കൃപകൾ കിട്ടുന്നത് കൊണ്ടാണ് കുടുംബജീവിതം നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ വിശ്വാസം, അതുപോലെ തന്നെ നമ്മുടെ ഓരോ കാര്യങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ദൈവവിളിയായിട്ട് നമ്മൾ കരുതേണ്ടി വരും. അപ്പോൾ വിശ്വാസമാകുന്ന വിത്ത്, ഇതിലൊരു പ്രത്യേക വിളി പിന്നെ വായിക്കാൻ സാധിച്ചത്, ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത്, ഇല്ല ഓരോ ശുശ്രൂഷകൾ ചെയ്യാൻ സാധിക്കുന്നത്, അതൊക്കെ ദൈവവിളിയാണ്. അപ്പോൾ വചനം നമ്മിൽ ഉള്ളിൽ വിതയ്ക്കുന്നത് പോലെ തന്നെ വിശ്വാസം വിതച്ചിരിക്കുക. അപ്പം ഇത് പരിപോഷിപ്പിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഇപ്പോൾ ഒരു ചെടികളെക്കുറിച്ചാണല്ലോ, വിത്ത് കടുകുമണി, അത് വലിയ മരമാകുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ഇന്ന് സുവിശേഷത്തിൽ കേൾക്കുമ്പോൾ, ദൈവവിളി ഒരു ചെടിയാണെന്ന് കരുതുക. അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസമാകുന്ന ഒരു ചെടി തന്നിരിക്കാം. അത് തന്നതിനെ പരിപോഷിപ്പിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഇപ്പം ചെടി എങ്ങനെ വളർത്തിയെടുക്കും? അതിനെ നോക്കാതിരുന്നു കഴിഞ്ഞാൽ അത് കേടായിപ്പോവും. കുറേ വെള്ളം ഒഴിക്കട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ 2-3 ദിവസം ഇല്ല എങ്കിൽ കുറേ വെള്ളം അതിൻ്റെ ചോട്ടിൽ ഒഴിച്ച് നിറച്ച് വെച്ചും പോയി കഴിഞ്ഞാൽ വരുമ്പോൾ ചീഞ്ഞിരിക്കും. ഇനി വെയിൽ കൊള്ളണമെന്ന് കരുതി വെയിലത്തോണ്ട് വെച്ചാൽ കരിഞ്ഞും പോവും. അപ്പം അതിന് കൂടെ നിന്ന് അതിനെ പരിപോഷിപ്പിക്കണം. കൂടെ നിന്ന് നമ്മുടെ സ്വന്തമെന്ന് കരുതി അതിനെ പരിപോഷിപ്പിക്കണം. അതിൽ ഒഴിവില്ല. വിശ്വാസ ജീവിതത്തിൽ അവധിയില്ലല്ലോ.
തീർത്ഥാടനത്തിന് വന്നാലും ടൂർ പോയാലും പ്രാർത്ഥനയ്ക്ക് അവധിയുണ്ടോ? പ്രാർത്ഥന, ഈശോയായിട്ടുള്ള ബന്ധത്തിന് അവധിയുണ്ടോ? 2 ദിവസം ഈശോയുടെ അവധി, അങ്ങനെ ഉണ്ടോ? അപ്പം ഇത് അവധിയെടുക്കാതെ പരിപോഷിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ചെടി നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ചെടി ഇല്ല, പിന്നെ വേറെ ചെടി വേണ്ടി വരും. അപ്പോൾ ദൈവവിളി നഷ്ടപ്പെട്ട പലരും തിരിച്ചൊക്കെ വരുമ്പോൾ നമ്മൾ പറയാ ദൈവവിളി ഇല്ലാഞ്ഞിട്ടാണെന്ന് പറയും. ദൈവവിളി ഇല്ലാഞ്ഞിട്ടല്ല, ദൈവവിളി പരിപോഷിപ്പിക്കാതിരുന്നത് കൊണ്ടാണ്. ദൈവവിളി പരിപോഷിപ്പിക്കാതിരുന്നത് കൊണ്ടാണ്. പരിപോഷിപ്പിച്ചിരുന്നെങ്കിൽ അത് നന്നായി ഫലം പുറപ്പെടുവിച്ചേനെ. ഒരു മരമായി മാറിയേനെ. മരമായി മാറി അതിൻ്റെ തണലിൽ ആളുകൾ വന്നിരുന്നേനെ. അതിൻ്റെ തണലിരുന്ന് അതിൻ്റെ ഫലങ്ങൾ ഭക്ഷിച്ചേനെ. അപ്പോൾ അതാണ് ദൈവവിളി പരിപോഷിപ്പിക്കാതിരുന്നത് കൊണ്ടാണ്. 2 തിമോത്തി 1:14 നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന നല്ല നിക്ഷേപങ്ങൾ നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ കാത്തു സൂക്ഷിക്കുക. നല്ല നിക്ഷേപമല്ലേ വിശ്വാസം? അങ്ങനെ എത്ര നിക്ഷേപങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. കൂദാശകളിലൂടെ ഒക്കെ നമുക്ക് പദവികൾ തന്നിരിക്കുക. കുർബാന സ്വീകരിക്കാനുള്ള പദവി, കുർബാന അല്ലേ, കുമ്പസാരിക്കാനുള്ള പദവി, സ്ഥൈര്യലേപനം സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനെ കൊണ്ടു നടക്കാനുള്ള പദവി, അങ്ങനെ പദവികൾ തന്നിരിക്കുക. അപ്പോൾ അത് നല്ല നിക്ഷേപമാണ്. നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന നല്ല നിക്ഷേപങ്ങൾ നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ കാത്തു സൂക്ഷിക്കുക. അപ്പോൾ ദൈവവിളി നഷ്ടപ്പെട്ടു പോയത് ഇപ്പോൾ എന്തെങ്കിലും കുടുംബജീവിതത്തിന് അസ്വസ്ഥത ഉണ്ടായിട്ടുണ്ടെങ്കിൽ, വിവാഹേതര ബന്ധങ്ങൾ വഴിയോ തമ്മിത്തല്ലോ വഴക്കോ അങ്ങനെ വേർപിരിയലിൻ്റെ വക്കുവരെയൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് പരിപോഷിപ്പിക്കാതിരുന്നത് കൊണ്ടാണ്. ഒരുത്തൻ ഭാര്യയെ തല്ലി, പ്രണയിച്ച് കല്യാണം കഴിച്ചതാണ്. ഭാര്യയെ തല്ലി 2-3 പ്രാവശ്യം തല്ലി, പല സമയങ്ങളിലായി. ഭാര്യ അങ്ങ് പോയി, ഒരു കുട്ടിയൊക്കെ ഉണ്ട്. പിന്നെ അവൻ ആക്സിഡൻ്റായി, കിടന്ന കിടപ്പ. അവൻ ഭാര്യയെ വിളിച്ചു, എടി ഒന്ന് വരുവോടി, എനിക്ക് വയ്യടി. ഞാൻ വരില്ല. അതെന്നേക്കായിട്ട് പോയതാണെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ അറിഞ്ഞിട്ടില്ല എന്താ സംഭവം. അപ്പം അത് തല്ലിയതാ, വെറുതെ തല്ലി. ദേഷ്യം വരുമ്പോൾ തല്ലാനുള്ള ആളാണോ ഭാര്യ അല്ലെങ്കിൽ ജീവിത പങ്കാളി? അങ്ങനെ നല്ലത് ഏൽപ്പിച്ചതാ. ഇപ്പോൾ കല്യാണം കിട്ടുന്നില്ല, മക്കളും ഉണ്ടാകുന്നില്ല പല കുടുംബങ്ങളിലും. അപ്പോൾ കിട്ടിയ കുടുംബം, ജീവിത പങ്കാളി, മക്കൾ വലിയ നിധിയല്ലേ, ദൈവം ഏൽപ്പിച്ച നല്ല നിക്ഷേപമല്ലേ, അത് പൊന്നുപോലെ നോക്കിയിട്ടില്ല. അങ്ങനെ ചിലപ്പോൾ വിവാഹേതര ബന്ധങ്ങൾ കാണും, ചിലപ്പോൾ മദ്യപാനം കാണും. നൈസായിട്ട് പഴയ കാമുകിയൊക്കെ വിളിച്ച് കോണ്ടാക്റ്റിൽ ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പരിപോഷിപ്പിക്കുന്നില്ലല്ലോ ദൈവവിളിയെ പരിപോഷിപ്പിക്കാതിരുന്നാൽ പെട്ടെന്ന് പൊടുന്നനെ ഒരു കെണി പോലെ ഇങ്ങനെ വരും, തകർച്ച. അപ്പം ദാവീദ് രാജാവ് അയാളൊരു ആട്ടിടയനായിരുന്നു. ജസ്സയുടെ 8ാമത്തെ മകൻ. 7 മക്കളെയും കൊണ്ടുവന്ന് നിർത്തി സാമൂലിന് മുമ്പിൽ അവരല്ല രാജാവായി വാഴിക്കേണ്ടയാൾ എന്ന് പറഞ്ഞ് ആട്ടിടയൻ ഒരാൾ കൂടിയുണ്ട്, വിളിച്ചോണ്ട് വരിക, അവനെ വിളിച്ചോണ്ട് അങ്ങനെ രാജാവായി വാഴിച്ചു. കഴിഞ്ഞ ദിവസം കേട്ടു 7-ാം അധ്യായത്തിൽ 2 സാമുവൽ 7-ാം അധ്യായത്തിൽ നാഥാൻ പ്രവാചകൻ, എനിക്ക് നിന്നിൽ വസിക്കണോടാ, എനിക്കൊരു ആലയം പണിത് താ, ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ലല്ലോ, എനിക്ക് നിന്നിൽ വസിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ആലയമൊക്കെ പണിയുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ കൊടുക്കുന്നു. അങ്ങനെ നൈസായിട്ട് മുന്നോട്ട് പോവുക. ഇന്നത്തെ വായന 2 സാമുവൽ 11-ാം അധ്യായമാണ്. 8-ാം അധ്യായത്തിൽ വളരെ നീതിപൂർവമായിട്ട് 8:13 2 സാമുവൽ 8:13 ഉപ്പ് താഴ്വരയിൽ വെച്ച് 18,000 ഏദോമ്യരെ കൊന്നൊടുക്കി മടങ്ങി വന്നപ്പോൾ ദാവീദ് കൂടുതൽ പ്രശസ്തി. 14-ാമത്തെ വാക്യം, അവൻ ഏദോമിൽ കാവൽപ്പടയെ നിയമിച്ചു, ഏദോമിയർ ദാവീദിന്റെ അടിമകളായി, അവൻ ചെന്നിടത്തെല്ലാം കർത്താവ് അവന് വിജയം നൽകി. അങ്ങനെ നല്ല കരുണ കാണിക്കുന്നുണ്ട് ദാവീദ്. അത് മെഫിബോഷത്ത് എന്ന ഒരു മുടന്തനായിട്ടുള്ള ഒരാളാണ്. അത് ജോനാഥന്റെ മകനാണ്. അവനെപ്പോലും വിളിച്ചിരുത്തി കൂടെ ഭക്ഷണം കൊടുക്കുന്നു, അവനുള്ള അവകാശമൊക്കെ കൊടുക്കുന്നു. അങ്ങനെ നീതിപൂർവം ചെയ്യുന്നുണ്ട്. തൻ്റെ ഒരു രാജാവ്, തന്നെ സഹായിച്ച ഒരു രാജാവിൻ്റെ മകൻ ഹാനൂൻ, അയാളെപ്പോലും സഹായിക്കാനായിട്ട് തയ്യാറാവുന്നു. പക്ഷെ പൊടുന്നതിനൊരു കെണി വന്നു. അവിടെ അവർ അമോര്യരാണ്. അവരുടെ പ്രഭുക്കന്മാർ ദാവീദ് രാജാവ് നിനക്കെതിരെ ഒരു കെണി ഒരുക്കുകയാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അങ്ങനെ
ഈ യുദ്ധങ്ങളിലെല്ലാം വിജയിക്കുകയാണ് ദാവീദ് രാജാവ്. പക്ഷേ 11-ാമത്തെ അധ്യായം എത്തുമ്പോൾ, അത് ഇന്നത്തെ വായന, യുദ്ധത്തിന് പോയി യുദ്ധം ചെയ്യേണ്ടതിന് പകരം അങ്ങനെ കൊട്ടാരത്തിൽ തന്നെ കഴിഞ്ഞു. അവിടെ കൊടിയ യുദ്ധങ്ങൾ നടക്കുകയാണ്. ശത്രു രാജ്യങ്ങളോട് യുദ്ധം ചെയ്യേണ്ടതിന് പകരം ദാവീദ് കൊട്ടാരത്തിൽ അങ്ങനെ ഇരുന്നു. കൊട്ടാരത്തിലെ മട്ടുപാവിൽ ഉലാത്തിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് ഒരു സ്ത്രീയെ കാണുന്നത്. അവൾ വിളിച്ചു വരുത്തി. അവൾ ഗർഭിണിയായി. അത് ഊറിയായുടെ ഭാര്യയാണെന്ന് അറിഞ്ഞപ്പം നൈസായിട്ട് ഊറിയായുടെ കുട്ടിയാണത് എന്ന് വരുത്തി തീർക്കാൻ ഊറിയായ വീട്ടിലേക്ക് പറഞ്ഞു വിടാൻ നോക്കി. ഊറിയ കൊണ്ട് പോകുന്നില്ല. സമ്മാനങ്ങൾ മേടിച്ചിട്ട് കൊട്ടാരത്തിൽ തന്നെ കഴിഞ്ഞു. ഊറിയ പറയാണ്, ഇങ്ങനെ കൊടിയ യുദ്ധങ്ങൾ നടക്കുമ്പോൾ ഞാൻ എങ്ങനെ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങും? ഈ ബോധം ദാവീദിന് നഷ്ടപ്പെട്ടു പോയി. അതായത് പരിപോഷിപ്പിച്ചില്ല. തൻ്റെ ദൈവം ചെന്നിടത്തെല്ലാം വിജയം തന്ന കർത്താവിൻ്റെ സാന്നിധ്യത്തെ, കർത്താവിനോട് വിശ്വസ്തമായി നിൽക്കേണ്ടതിന് പകരം ഒത്തിരി ക്ഷീണമൊക്കെ അല്ലേ എന്ന് നമുക്ക് വിചാരിക്കാം. കുറച്ചിത്തിരി ഉലാത്തിപ്പോയി, എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയൊക്കെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റും. അയ്യോ പാവം ഞാൻ, അയ്യോ പാവം ഞാൻ, അങ്ങനെ നമ്മൾ പലരും ന്യായീകരിക്കുന്നുണ്ട്. എൻ്റെ ഭാര്യ എന്നോട് സ്നേഹമില്ല, അതുകൊണ്ട് ഞാൻ കൂട്ടുകാരത്തിയോട് സംസാരിച്ചു പോയി. എൻ്റെ ഭർത്താവ് എന്നും മദ്യപിച്ച് വരുന്നു, അതുകൊണ്ട് ഞാൻ കൂട്ടുകാരനോട് സംസാരിച്ചു പോയി. നമ്മൾ അയ്യോ പാവം ഞാൻ. വിവാഹ ഉടമ്പടി ലംഘിച്ചാൽ അത് കെണിയാണ്. അപ്പം അങ്ങനെ പോയി. അങ്ങനെ അവനവിടെ കിടന്നുറങ്ങി. അപ്പം എന്ത് ചെയ്തു? രാജാവിന് അടുത്ത ബുദ്ധി. രാജാവ് അവനെ വിളിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത്, നന്നായിട്ട് മദ്യമൊക്കെ കൊടുത്ത് കുടിപ്പിച്ച് മത്തനാക്കി. എന്നിട്ട് കൊടിയ യുദ്ധം നടക്കുന്ന സ്ഥലത്തേക്ക്, അതിനെ മുൻപന്തിലേക്ക് ഊറിയായെ പറഞ്ഞു വിട്ടു, കൊല്ലാൻ വേണ്ടി. അങ്ങനെ കൊല്ലപ്പെട്ടെന്ന് കരുതിയപ്പം അങ്ങനെ ഭാര്യ ബത്ശേബ അവളെ വിലപിച്ച് കരഞ്ഞ്, അതിൻ്റെ ഒരു കാലയളവ് കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഭാര്യയാക്കി. അത് 2 സാമുവേൽ 11:27 പറയാണ്, കർത്താവിന് ഈ പ്രവൃത്തി ഇഷ്ടമായില്ല. അങ്ങനെ പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്. കർത്താവിന് ഈ പ്രവൃത്തി ഇഷ്ടമായില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ കെണികളൊക്കെ വന്നത്? അനാസ്ഥ. നമ്മൾ പർദീസയിൽ നോക്കുമ്പോഴും, പർദീസയിലും ഉൽപ്പത്തി 2:17 ഈ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം കഴിക്കരുത്. അത് ദൈവത്തിൻ്റെ സ്കൂളിലെ സിലബസാണ്. ദൈവത്തിൻ്റെ സ്കൂളിലെ സിലബസിൻ്റെ ഒരു വിഷയമാണ് ഈ പഴം കഴിക്കരുത്, ആ സിലബസ്. അപ്പം ഹവയ്ക്ക് തോന്നി. അങ്ങനെ ഹവ പതുക്കെ ഒറ്റക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങി. പുറത്തേക്ക് തോട്ടത്തിലിങ്ങനെ ഉലാത്തിക്കൊണ്ടിരുന്നു. ആദം കൂടെ ഇല്ല. ആദം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ കെണിയിൽ പെടിയലായിരുന്നു. അങ്ങനെ ഉലാത്തിക്കൊണ്ടിരിക്കുമ്പോൾ സർപ്പം കൃത്യമായിട്ട് വന്നു. ചോദ്യമൊക്കെ ചോദിക്കും, അതിനൊക്കെ മറുപടി പറയും. ചോദ്യം ചോദിക്കും, മറുപടി പറയും. ചോദ്യം ചോദിക്കും, മറുപടി പറയും. അപ്പം പിശാചിന്റെ സ്കൂളിലെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോയി. പിശാചിന്റെ സ്കൂളിലെ ക്ലാസ് അറ്റൻഡ്, ദൈവത്തിന്റെ സിലബസ് കിട്ടിയിരിക്കുക, അത് പഠിക്കാൻ വേണ്ടിയിട്ട്. അതിന് പകരം പിശാചിന്റെ ക്ലാസ് നൈസായിട്ട് പോയിട്ട് അറ്റൻഡ് ചെയ്തു. ചില ഫോൺ കോളുകൾ, ചില ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്, ഭർത്താവ് മാറി മാറി നിന്ന് സംസാരിക്കുക. കുറേ നാളെ ഇങ്ങനെ മാറി നിന്ന് സംസാരിക്കുക. വീട്ടിലെല്ലാവരും കൂടി ഒരുമിച്ചിരിക്കുമ്പോൾ മാറി നിന്ന്, ഒരു കൃത്യസമയമാകുമ്പോൾ മാറി നിന്ന് അവിടെ പോയി നിന്ന് സംസാരിക്കുക. ഭാര്യയ്ക്ക് സങ്കടമാവില്ലേ? അങ്ങനെ സങ്കടമായി. അത് ചോദിച്ചിട്ടുമില്ല, ചിലത് ചോദിക്കുന്നില്ല. അവിഹിതം. ഇങ്ങനെ ഫോൺ ചെയ്ത് ഇങ്ങനെ എൻ്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അങ്ങനെ ഹൗവ അറിയാതെ എൻ്റർടൈൻ ചെയ്തു, പഴം കഴിക്കേണ്ടി വന്നു. ഞാൻ ഈശോയുടെ കുഞ്ഞാണ്, എനിക്കൊരു കുടുംബമുണ്ട്, എനിക്കൊരു ഭാര്യയുണ്ട്, എനിക്കൊരു ഭർത്താവുണ്ട് എന്ന് പറഞ്ഞ് അത് ഒഴിവാക്കി വിടേണ്ടതിന് പകരം ഒഴിവാക്കി വിട്ടില്ല. ഒഴിവാക്കി വിടാഞ്ഞത് കൊണ്ട് അത് കെണിയായി മാറി, പാപം ചെയ്തു, പിന്നെ പുറത്തായി. അപ്പം ഇങ്ങനെ. അപ്പം നമ്മുടെ സിലബസ് എന്താ? നമ്മുടെ സിലബസ് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് മാത്രമല്ല, നമുക്കിപ്പോൾ തോന്നുന്നു അത് ചെയ്യുന്നു. ഇപ്പം അമ്മ മകളോട് പറയാണ്, മകളെ പള്ളി പോകുമ്പോൾ സ്കാഫൊക്കെ ധരിച്ചു ഒന്ന് പോമ്മേ. ഒരു അമ്മ പറഞ്ഞതാ, മകൾ പറഞ്ഞിട്ട് കേൾക്കണില്ല അച്ഛാ. അപ്പൊ സിലബസ് ഫോളോ ചെയ്യുന്നില്ല. ചില കെണികളൊക്കെ ഇങ്ങനെ പതുക്കെ വരുള്ളൂ. ആദ്യം കൊന്ത മുടങ്ങും, കുർബാന മുടങ്ങും, കുമ്പസാരം മുടങ്ങും. പള്ളി വരുമ്പോൾ ലോകത്തിന്റെ അരൂപിയിൽ വരും, ചെറിയ ഡ്രസ്സൊക്കെ ഇട്ട് വരാൻ തുടങ്ങും. പിന്നെ ചില ആളുകളോട് ചങ്ങാത്തം, അത് ചോദിക്കും, അമ്മയോട് ദേഷ്യം, മൊബൈൽ ഫോണിന്റെ കുറെ കൂടുതൽ ഉപയോഗം. ഇങ്ങനെ പതുക്കെ വരും, മനസ്സിലാവൂല. അങ്ങനെ അപ്പോൾ അങ്ങനെയുള്ള സിലബസ്, നമ്മുടെ സിലബസ് ഞായറാഴ്ച ആചരണം ഇല്ലേ, കൗദാശിക ജീവിതം, കൂടെ കുമ്പസാരിക്കുക, കുർബാന സ്വീകരിക്കുക, കുർബാനയിൽ പങ്കെടുക്കുക, ആരാധനയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക, അതല്ലേ നമ്മുടെ കൗദാശിക ജീവിതം.
അല്ലേ? ഇനി വചനാധിഷ്ഠ ജീവിതം, വചനം വായിക്കുക, പഠിക്കുക, പ്രാർത്ഥിക്കുക, കൽപ്പനകൾ പാലിക്കുക, അതല്ലേ നമ്മുടെ വചനാധിഷ്ഠിത ജീവിതം. ഇനി പ്രാർത്ഥനാ ജീവിതം എന്താ? വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുക, കുടുംബ പ്രാർത്ഥന ചൊല്ലുക, അതല്ലേ നമ്മുടെ സിലബസ്. മദ്യപാനം നമ്മുടെ സിലബസ് ആണോ? വ്യഭിചാരം നമ്മുടെ സിലബസ് ആണോ? പ്രീ മാരിറ്റൽ സെക്സ്, ലിവിങ് ടുഗദർ ഒരു കത്തോലിക്ക സിലബസ് ആണോ? എക്സ്ട്രാ മാരിറ്റൽ അഫെയർ നമ്മുടെ സിലബസ് ആണോ? ദുരാചാരം നമ്മുടെ സിലബസ് ആണോ? ചരട് കെട്ടുക, തൂവാല കെട്ടുക, മുടി പഠിക്കുക, താക്കോല് പൂട്ടുക, ഇതൊക്കെ നമ്മുടെ സിലബസ് ആണോ? നമുക്കുപകരിക്കാത്ത കാര്യങ്ങൾ ചെയ്തിങ്ങനെ നടക്കുക. ഇപ്പൊ സിലബസ് വിട്ടാൽ, പിശാചിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, എൻ്റെ കൂടെ നടന്നു വന്ന ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞത്, അവര് ഇത് ചെയ്താൽ ഇതെന്നെ, ഞാൻ വചനമധിഷ്ഠിതമായി ജീവിക്കുന്നയാളാണ്, ഞങ്ങളുടെ വചനം ഇത് പറയുന്നില്ല. 1 സാമുവൽ 12:21 എന്താണെന്ന് അറിയാവാം? 1 സാമുവൽ 12:21. അപ്പൊ തെറ്റ് ചെയ്തു, ഈ പാപവും ഞങ്ങൾ ചെയ്തു. സാമുവൽ ജനത്തോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നിങ്ങൾ ഈ തിന്മകളെല്ലാം ചെയ്തു, എന്നാലും കർത്താവിനെ അനുഗമിക്കുന്നതിന് നിങ്ങൾ പിന്മാറരുത്, പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ സേവിക്കുവിൻ. അടുത്ത വചനം 1 സാമുവൽ 12:21. നിങ്ങൾക്ക് ഉപകരിക്കാത്തതും നിങ്ങളെ രക്ഷിക്കാൻ കഴിവില്ലാത്തതുമായ കാര്യങ്ങളിലേക്ക് നിങ്ങൾ തിരിയരുത്, അവ വ്യർത്ഥമാണ്. അപ്പൊ പിശാചിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോകല്ലേ. ഈശോ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നല്ലേ വിശ്വാസം എന്ന ദൈവവിളി, കുടുംബജീവിതം എന്ന ദൈവവിളി, കത്തോലിക്ക വിശ്വാസം, കുർബാന അർപ്പിക്കാൻ ഒക്കെ ദൈവവിളി തന്നിട്ടും ആ സിലബസ് ഫോളോ ചെയ്യുന്നതിന് പകരം വേറെ സിലബസുകളൊക്കെ കൂടെ സൈഡ് വഴി എന്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കാം. ഒരൊറ്റ ട്രാക്കിലൂടെ പോകേണ്ട ഒരു പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയും അതിൻ്റെ കൂടെ ഫോണിൻ്റെ അമിത ഉപയോഗം, ലഹരി വസ്തുക്കൾ, തെറ്റായ സുഹൃത്ത് ബന്ധങ്ങൾ, പ്രണയബന്ധം, ഇത് എല്ലാം കൂടി ഒന്നിച്ചു കൊണ്ടുപോയാൽ എങ്ങനെ ഫുൾ A+ കിട്ടും? പ്രതീക്ഷിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പം നമ്മൾ ഇതാണ്, നമ്മുടെ സിലബസ് തന്നെ ഫോളോ ചെയ്യണം. സിലബസ് നൈസായിട്ട് ആരും അറിയാതെ സിലബസ് മാറ്റിപ്പിടിക്കരുത്. പിശാചിന്റെ സിലബസ് ഫോളോ ചെയ്യരുത്. പിശാചിന്റെ സിലബസ് ഫോളോ ചെയ്തു കഴിഞ്ഞാൽ, അങ്ങനെ കെണിയിൽപ്പെട്ട് കഴിഞ്ഞാൽ ദൈവം നമ്മോട് ചോദിക്കും, ബത്സയിദ, കൊറാസിൻ, നിനക്ക് ദുരിതം, നിന്നിൽ ചെയ്ത അത്ഭുതങ്ങൾ ടയറിലും സീതോലും ചെയ്തിരുന്നെങ്കിൽ പണ്ട് അവ ചാക്കൊടുത്ത് ചാരം പൂശി അനുദപിക്കുമായിരുന്നു. നിനക്ക് എന്തൊക്കെ കൃപകളാ തന്നത്, നിനക്ക് നല്ല നിക്ഷേപങ്ങൾ തന്നില്ലേ, നീ നല്ല ഭംഗിയായിട്ട് പള്ളി വരുന്നത് കണ്ടിട്ടോ 9 വയസ്സായപ്പോൾ നിനക്ക് ആദ്യ കുർബാന തന്നില്ലേ, നിനക്ക് 13 വയസ്സായപ്പോൾ നീ പള്ളിയിൽ അച്ഛനോട് പറഞ്ഞിട്ട് മെത്രാൻ തിരുമേനി നിന്ന് നിനക്ക് സ്ഥൈര്യലേപനം തന്നില്ലേ, നിനക്ക് വിവാഹപ്രായമായപ്പോൾ സഭ കണ്ടു നിന്നെ ഈ ഉത്തരവാദിത്തം ഏൽപ്പിക്കാമെന്ന് കണ്ടിട്ട് നിനക്ക് വിവാഹം എന്ന ജീവിതം തന്നിട്ട് നീ അത് ലംഘിച്ച് ഈ നിക്ഷേപങ്ങൾ നീ സൂക്ഷിക്കുന്നില്ല. അതാണ് നമുക്ക് ഇത് കെണി പോലെ വരാതിരിക്കാൻ. ഇപ്പൊ ദാവീദ് രാജാവിന് അത് അസ്വസ്ഥതയായി. അപ്പൊ ഈ ഒരു കടുകുമണി വളർന്ന് മരമായാൽ, നല്ലൊരു ശുശ്രൂഷകനായി മാറിയാൽ, നല്ലൊരു സാക്ഷിയായി മാറിയാൽ, നിന്റെ പള്ളിപ്പോക്ക് പോലും കണ്ടിട്ട് ആളുകൾ വിശ്വാസത്തിലേക്ക് വരും. ഒരു അജ്ന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, അവളെ ക്യാൻസർ പിടിച്ച് മരിച്ചു, 4 വർഷമായിട്ടുള്ളൂ. അവളെക്കുറിച്ച് ആളുകൾ വാതോരാതെ പറയുന്നത് കേൾക്കണം. എറണാകുളത്ത് ഭാവിയിൽ ചിലപ്പോൾ ഒരു വിശുദ്ധയായേക്കാം. അവൾ ക്യാൻസർ പിടിച്ച് സഹിച്ച്, എന്നിട്ടും അതിന് ആ അവസ്ഥകളോടുകൂടെ അവൾ പള്ളിയിൽ വരുന്നത്, അവൾക്ക് കുമ്പസാരം കേൾക്കുകയും കുർബാന കൊടുക്കുകയും ചെയ്യുന്ന വൈദികൻ പറയുന്നത് കാണണം, അത് കേൾക്കണം. അത് കേട്ടുകഴിഞ്ഞാൽ അതുപോലും സാക്ഷ്യമാണ്. നമ്മൾ കുർബാന സ്വീകരിക്കുന്നത് തലയൊക്കെ മറച്ച്, നല്ല ഫുൾ ഡ്രസ്സൊക്കെ ധരിച്ച്, ഷോർട്സ് ഒക്കെ ധരിക്കാതെ നല്ല ഫുൾ ഡ്രസ്സിൽ വന്ന് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത് കാണുമ്പോൾ, വീഡിയോ പിടുത്തവും ഫോൺ പിടുത്തവും ഒക്കെ, ഫോട്ടോ എടുക്കലൊക്കെയാണ് കുർബാനയെ നടത്തുന്നതെങ്കിൽ എന്ത് സാക്ഷ്യം! ഒരു മറ്റൊരാൾ കൂടി സാക്ഷ്യമായി മാറണ്ടേ? അതാണ് ലൂക്കായുടെ സുവിശേഷം 21:34-35 വാക്യം. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാകുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ. അതാണ് കെണി പോലെ വരാതിരിക്കാൻ. നമ്മുടെ സിലബസ് മാറ്റിപ്പിടിക്കല്ലേ. നിങ്ങളോട് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ. നിങ്ങൾ കബളിപ്പിച്ചിട്ടാണോ നിങ്ങൾക്ക് പരിശുദ്ധ കുർബാന തന്നത്? നിങ്ങൾ സഭയെ കബളിപ്പിച്ചിട്ടാണോ നിങ്ങൾ വിശുദ്ധ വിവാഹം സ്വീകരിച്ചത്? സഭയെ കബളിപ്പിച്ചോ ജീവിത പങ്കാളിയെ കബളിപ്പിച്ചോ? തിന്മകൾ എന്നെ വളഞ്ഞിടുമ്പോൾ, എന്നും പ്രലോഭനങ്ങളേറുമ്പോൾ, ഏകനായി നിന്നു തളർന്നിടുമ്പോൾ, ദിവ്യകാരുണ്യമാണെന്നാശ്രയം.
തിന്മകൾ എന്നെ വളഞ്ഞിടുമ്പോൾ, എന്നും പ്രലോഭനങ്ങളേറുമ്പോൾ, ഏകനായി നിന്നു തളർന്നിടുമ്പോൾ, ദിവ്യകാരുണ്യമാണെന്നാശ്രയം. അപ്പമായി ഇന്നീ അൾത്താരയിൽ വന്നു വാഴും സ്വർഗരാജനീശോ. പരിശുദ്ധമ്മേ, അമ്മയ്ക്ക് കിട്ടിയ ആ ദൈവവിളി, ഈശോയുടെ അമ്മയാകാനുള്ള ദൈവവിളി എത്ര സുന്ദരമായിട്ടാണ് അമ്മ അത് കൊണ്ടു നടന്നത്, പരിപോഷിപ്പിച്ചത്. അവസാനം വരെ ഒരിക്കൽ പോലും തോറ്റു പോകാതെ ദൈവത്തിൻ്റെ ആ ഒരു ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയ പരിശുദ്ധ മറിയമേ, ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ, ശുശ്രൂഷകൾ, ദൈവവിളികൾ കർത്താവേ, അതെല്ലാം പരിപോഷിപ്പിച്ച് മറ്റുള്ളവർക്ക്, സഭയ്ക്ക്, ഈശോയ്ക്ക് സാക്ഷിയാകാൻ ഞങ്ങളെയും സഹായിക്കണമേ. ആമേൻ. കാഴ്ചയേകാം ജീവിതവും കാരുണ്യവാൻ നല്ല ദൈവമേ, കാസയിൽ പേലാസയിൽ കാഴ്ചയേകാം ജീവിതവും കാരുണ്യവാനായി നല്ല ദൈവമേ. പ്രിയ സഹോദരരെ, എൻ്റെ നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. സർവശക്തനായ കർത്താവേ, ഞങ്ങളുടെ കാഴ്ചദ്രവ്യങ്ങൾ പ്രീതിയോടെ സ്വീകരിക്കണമേ. അവ വിശുദ്ധീകരിച്ച് ഞങ്ങൾക്ക് രക്ഷയായി ഭവിക്കുവാൻ കനിയണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, ആത്മാവോടും കൂടി ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. വഴിതെറ്റിയ മനുഷ്യരോടലിവ് തോന്നി അവിടുന്ന് കന്യകയിൽ നിന്ന് ജാതനാകാൻ തിരുവുള്ളമായി അവിടുന്ന് കുരിശിലെ പീഡകൾ സഹിച്ച് നിത്യമരണത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുകയും മരണത്തിൽ നിന്ന് ഉത്ഥാനം ചെയ്ത് ഞങ്ങൾക്ക് നിത്യജീവൻ നൽകുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവ്
മഹത്വ നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞുമത് നിണ്ടലമോ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യനുമായി ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായ പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാൽ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസ
വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നവരെ അങ്ങേ മരണങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ പറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലിയോ പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായരാജ മെത്രാനോടും ദൈവിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിലകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്താൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും സകല കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവൻ പങ്കുകൊള്ളുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പ്രിയപുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമ്മുടെ കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങ് കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ചു ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങ് സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം
നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേയും ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അങ്ങേ ജീവദായകമായ കൃപ സ്വീകരിച്ചുകൊണ്ട് അങ്ങേ ദാനത്തിലെപ്പോഴും ഞങ്ങൾ അഭിമാനം കൊള്ളാൻ അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേയും ആത്മാവോടും കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലി പങ്കെടുക്കുന്ന എല്ലാവരെയും അങ്ങനെ ഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തില് പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധ ആരോഗ്യമാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനുടനെ